ഹലോ ഡിയേഴ്സ്, നമ്മുടെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം വന്നതിനെ തുടർന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നമുക്ക് നോക്കാം ടൈം ടേബിൾ എങ്ങനെയാണ്, പുതിയ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. 24-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 24 തിങ്കളാഴ്ച രാവിലെയാണ് നിങ്ങൾക്ക് പരീക്ഷയുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാവിലെയും ഉച്ചയ്ക്കും 2 പരീക്ഷകളുണ്ട്. അതായത് രാവിലെ 8ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാർക്ക് ഫസ്റ്റ് ലാംഗ്വേജുമാണ്. 9ാം ക്ലാസ്സുകാർക്ക് മലയാളം, സംസ്കൃതം, അറബിക്, ഉറുദു തുടങ്ങിയ വിഷയങ്ങളുടെ പരീക്ഷയാണ് നമുക്ക് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെയാണ് നമ്മുടെ പരീക്ഷ. 8ാം ക്ലാസ്സുകാർക്ക് 1ാം ഭാഷയും അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷും. അതായത് ഒരു 40 മാർക്കിന്റെ പരീക്ഷയും ഒരു 80 മാർക്കിന്റെ പരീക്ഷയുമാണ് 9ാം ക്ലാസ്സുകാർക്ക് ആ ദിവസം ഉള്ളത്. അത് കഴിഞ്ഞ് 25-നും 26-നും 27-നും 3 ദിവസം നിങ്ങൾക്ക് പരീക്ഷയില്ല. 28-ാം തീയതിയാണ് അടുത്ത പരീക്ഷ വരുന്നത്. 8ാം ക്ലാസ്സുകാർക്ക് അത് ബേസിക് സയൻസ് ആണ്, അഥവാ അടിസ്ഥാന ശാസ്ത്രമാണ്. രാവിലെ അല്ല പരീക്ഷ, അന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:15 വരെയാണ്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പരീക്ഷ 2 മണി മുതൽ 4:15 വരെയാണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അന്ന് ഫിസിക്സിന്റെ എക്സാം ആണ് നടക്കുന്നത്. 2 മണി മുതൽ 3:45 വരെ. ഇനി അടുത്ത പരീക്ഷ വരുന്നത് 6-ാം തീയതിയാണ്. 6-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 11:15 വരെയാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത്. 8ാം ക്ലാസ്സുകാർക്ക് മാത്സ് ആണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാർക്ക് രാവിലെയാണ് നമ്മളുടെ പരീക്ഷ നടക്കുന്നത്. രാവിലെ കൃത്യം 10 മണി മുതൽ 12:45 വരെയാണ് നിങ്ങളുടെ മാത്സ് എക്സാം. അതായത് 6-ാം തീയതി 8ാം ക്ലാസ്സുകാർക്കും 9ാം ക്ലാസ്സുകാർക്കും മാത്സിന്റെ എക്സാം ആണ്. 6 കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരീക്ഷ വരുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി 8ാം ക്ലാസ്സുകാർക്ക് ഹിന്ദിയും അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാർക്ക് മലയാളം സെക്കൻഡിന്റെ പരീക്ഷയാണ്. അത് കഴിഞ്ഞ് അടുത്ത പരീക്ഷ വരുന്നത് 15-ാം തീയതി. 15-ാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. അതായത് 8ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയില്ല, പകരം 9ാം ക്ലാസ്സുകാർക്ക് അന്ന് ബയോളജി എക്സാം. ഓക്കെ. അതുപോലെ 18-ാം തീയതി അത് 8ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയില്ല, പക്ഷേ 9ാം ക്ലാസ്സുകാർക്ക് സോഷ്യൽ സയൻസിന്റെ എക്സാം വരുന്നത് 18-ാം തീയതിയാണ്. 20-ാം തീയതിയാണ് 8ാം ക്ലാസ്സുകാർക്ക് പിന്നീട് പരീക്ഷ വരുന്നത്. അതായത് 11-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 8ാം ക്ലാസ്സുകാർക്ക് പരീക്ഷ വരുന്നത് ഇവിടെ 20-ാം തീയതി, മാർച്ച് 20-നാണ് സോഷ്യൽ സയൻസിന്റെ എക്സാം. അത് കഴിഞ്ഞ് മാർച്ച് 25-ന് 1ാം ഭാഷ പേപ്പർ 2ഉം അതുപോലെ തന്നെ മലയാളം സെക്കൻഡും. 27-ാം തീയതി കലാകായിക പ്രവൃത്തി പരിചയവുമാണ് നമ്മളുടെ പരീക്ഷ. അതുപോലെ 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 20-ാം തീയതി ഹിന്ദിയും 25-ാം തീയതി കെമിസ്ട്രിയും 27-ാം തീയതിയോടുകൂടി പരീക്ഷ അവസാനിക്കുകയാണ്. 27-ാം തീയതി കലാകായിക പ്രവൃത്തി പരിചയം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്യാപ്പോട് കൂടി വളരെ അടിപൊളിയായിട്ടുള്ള ടൈം ടേബിൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചുകൊണ്ട് ഫുൾ മാർക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള സ്റ്റഡി പ്ലാൻ എന്താണ്? അപ്പോൾ മാറിയ ടൈം ടേബിളിനനുസരിച്ച് നമ്മളുടെ ലൈവിന്റെ ടൈം ടേബിളിലും മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ടൈം ടേബിൾ എന്താണെന്ന് അറിയാൻ നാളെ കൃത്യം 7 മണിക്ക് നമുക്കൊരു ലൈവ് ഉണ്ട്. ആ ലൈവിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.